ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു കങ്കുവ. എന്നാൽ ചിത്രം പരാജയമായിരുന്നു. ഇതിനുശേഷം ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് സൂര്യ 45. RJ ബാലാജി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ സെറ്റിൽ നടി തൃഷയും ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇതോടെ തമിഴ് സിനിമാ ലോകം പോലും ഞെട്ടിയിരിക്കുകയാണ്. കാരണം 20 വർഷത്തിന് ശേഷമാണ് സൂര്യയും തൃഷയും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നത്. തൃഷ സൂര്യ 45-ൽ അഭിനയിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. സൂര്യയും തൃഷയും അഭിഭാഷകരുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളാണ് വൈറലായിരിക്കുന്നത്. ഇതോടെ ഇരുവരുടെയും കഥാപാത്രങ്ങളെ സംബന്ധിച്ച വലിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നതായാണ് ആരാധകർ പറയുന്നത്. LKG, മൂക്കുത്തിയമ്മൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം RJ ബാലാജി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സൂര്യ 45. ഡ്രീം വാരിയർ പിക്ചേഴ്സ് ആണ് സൂര്യ 45ന്റെ നിർമ്മാണം. സിനിമയുടെ ആദ്യ ഷെഡ്യൂളിൽ 35 ദിവസത്തെ ഷൂട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൂക്കുത്തി അമ്മൻ പോലെ ഒരു ഡിവോഷണൽ ഫാന്റസി ചിത്രമാണ് സൂര്യ 45 എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മെർസൽ, ജവാൻ, ക്രാക്ക് തുടങ്ങിയ സിനിമകളുടെ ഛായാഗ്രഹണം നിർവഹിച്ച GK വിഷ്ണുവാണ് സൂര്യ 45നായി ക്യാമറ ചലിപ്പിക്കുന്നത്. സൂര്യ 45ന്റെ ആദ്യത്തെ 1 മണിക്കൂർ നരേഷൻ കേട്ടപ്പോൾ തന്നെ സൂര്യ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചെന്ന് RJ ബാലാജി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതേസമയം സൂര്യയും തൃഷയും ഒരു സിനിമയിൽ ഒന്നിക്കാൻ 20 വർഷങ്ങൾ എന്ന വലിയ ഗ്യാപ്പ് വന്നത് എന്താണ് എന്ന ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. 6 എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഇരുവരും ഏറ്റവും ഒടുവിലായി അഭിനയിച്ചത്. ഇരുവരുടെയും കരിയർ ബെസ്റ്റ് സിനിമകളിൽ ഒന്നായിരുന്നു അത്. മാത്രവുമല്ല, ആ സിനിമയിലൂടെ തമിഴ് സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട ജോഡികളാകാനും ഇരുവർക്കും സാധിച്ചിരുന്നു. അതിനു മുൻപ് മൗനം പേസിയതെ, ആയുധ എഴുത്ത് എന്നീ ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജോഡികളായിരുന്നില്ല. മാത്രവുമല്ല, 6 വൻ ഹിറ്റ് ആയിരുന്നിട്ട് പോലും തൃഷയും സൂര്യയും വീണ്ടും ഒന്നിക്കാതിരുന്നത് പലതരത്തിലുള്ള ഗോസിപ്പുകൾക്കും വഴിയൊരുക്കിയിരുന്നു. അജിത്, വിജയ് തുടങ്ങിയവർക്കൊപ്പമെല്ലാം നിരന്തരം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന തൃഷയ്ക്കും സൂര്യയ്ക്കുമിടയിൽ ഈഗോ ക്ലാഷ് ആണെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ അത് ചില തമിഴ് സിനിമാ നിരൂപകർ പറഞ്ഞ് പ്രചരിപ്പിച്ച കിംവദന്തികൾ മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ ഈ സിനിമയിൽ ഇരുവരും ഒന്നിച്ചഭിനയിക്കുന്നതിലൂടെ അവസാനിക്കുകയാണ്. വാസ്തവത്തിൽ സൂര്യയ്ക്കും തൃഷയ്ക്കും ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞ് പ്രചരിപ്പിച്ച ഗോസിപ്പുകളുടെ ഭാഗമായി അറിയാതെ സംഭവിച്ച ഗ്യാപ്പായിരുന്നു. അത് കാലക്രമത്തിൽ വളർന്നു. സിനിമ പോലുള്ള ഇൻഡസ്ട്രിയിൽ തെറ്റിദ്ധാരണകൾ സ്വാഭാവികമാണ്. അത് RJ ബാലാജി സിനിമയിലൂടെ പരിഹരിക്കപ്പെടുകയാണ് എന്ന സന്തോഷത്തിലാണ് സൂര്യ തൃഷ ഫാൻസ്. AR റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഈ സൂര്യ തൃഷ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊള്ളാച്ചിയിലാണ്. മൂക്കുത്തി അമ്മൻ എന്ന സിനിമയ്ക്ക് സമാനമായി തൃഷയ്ക്ക് വേണ്ടി മാസാനി അമ്മൻ എന്ന പേരിലായിരുന്നു ആദ്യം ഈ സിനിമ പ്ലാൻ ചെയ്തിരുന്നത് എന്നും, എന്നാൽ പിന്നീട് സൂര്യ കാസ്റ്റിലേക്ക് വന്നപ്പോൾ സൂര്യയ്ക്ക് വേണ്ടി തിരക്കഥ മാറ്റി എഴുതുകയായിരുന്നു എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്തായാലും സൂര്യ തൃഷ ജോഡികളെ വീണ്ടും സ്ക്രീനിൽ ഒരുമിച്ച് കാണാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ.